നിങ്ങൾ ഈ ആർത്ത് പെയ്യുന്ന മഴയെ ശ്രദ്ധിച്ചോ? കുറച്ച് ദിവസങ്ങളായിട്ട് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. മഴ കാണുമ്പോൾ നമ്മളത് ആസ്വദിക്കുന്നതിന് വരെ നമുക്കൊരു പേടിയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. മഴയെ ആലോചിച്ച് നമ്മൾ പേടിക്കുന്നൊരവസ്ഥയിൽ വന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇടയ്ക്കെങ്കിലും ആ മഴയെ നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന സമൃദ്ധിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. പണ്ടൊക്കെ അങ്ങനെയാണ് മഴയെ കണ്ടിരുന്നത്. സമൃദ്ധമാണ് അല്ലേ, ഒരു നല്ല മഴയുണ്ടെങ്കിൽ അടുത്ത നല്ല വിളവ് കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ അടുത്ത വർഷം പവർ കട്ട് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. ഇപ്പം മഴ കാണുമ്പോൾ നമുക്ക് പേടിയാണ് അല്ലേ. കുറച്ച് സമയം ഇനി മഴയെ നമ്മുടെ സമൃദ്ധിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനൊന്ന് കുറച്ച് എഫേർട്ട് എടുക്കണേ. കാരണം ഈ പെയ്യുന്ന മഴ എന്നിലേക്ക് വരുന്ന സമൃദ്ധിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അബണ്ടൻസുമായിട്ട് ഈ മഴയെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. ഓരോ തുള്ളിയും നിങ്ങളിലേക്ക് വരുന്ന പണത്തിൻ്റെ ഒഴുക്കാണെന്ന് നിങ്ങളൊന്ന് കണക്കാക്കി നോക്കൂ. എല്ലാം നമ്മുടെ പെർസെപ്ഷനാണ്. എന്തിനേയും നമ്മൾ നോക്കിക്കാണുന്നതനുസരിച്ചിട്ട് അതിൻ്റെ അർത്ഥം മാറും അല്ലേ. നമുക്ക് കിട്ടിയ പേടിയും ആകുലതകളും ഒക്കെയാണ് ഇപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും നമുക്ക് പേടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആകുലതകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് പേടിയാണ്, എല്ലാത്തിനോടും നമുക്കൊരു വിശ്വാസമില്ലായ്മയാണ്. നമ്മളാരൊക്കെയോ പേടിപ്പിച്ച് ഒരു എന്താ പറയുക, ഒതുക്കി നിർത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ? ഇടയ്ക്ക്. കാരണം ഈ ലോകത്തിന് മുഴുവൻ സത്യമായത് നിങ്ങൾക്ക് സത്യമാവണമെന്നില്ല. കാരണം അത് നമുക്ക് ഓരോരുത്തരും വി ആർ ദ സെൻറ്റർ ഓഫ് എ യൂണിവേഴ്സ് എന്ന് പറയുക. എൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഞാനാണ്. എൻ്റെ ചിന്തകൾ കൊണ്ടും എൻ്റെ ഇമോഷൻസ് കൊണ്ടും എൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ടും ഞാൻ എൻ്റെ ലോകം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും. പുറത്ത് എന്തൊക്കെ സ്ട്രഗിൾസ്, എന്തൊക്കെ കഷ്ടതകൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ നടന്നാലും എൻ്റെ റിയാലിറ്റി, അങ്ങനൊരു സത്യമുണ്ട്. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും റിയാലിറ്റി നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതനുസരിച്ച് മാറും. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. എപ്പോഴും ഇങ്ങനെ പേടിച്ചിരിക്കാതെ ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ, ആഘോഷിക്കാൻ, നിങ്ങളിലേക്ക് കരുതി വെച്ചിട്ടുള്ള ആ സമൃദ്ധിയൊക്കെ ഒന്ന് സ്വീകരിക്കാൻ റെഡിയായി ഒന്ന് ഹൃദയം തുറന്ന് നോക്കൂ. സെയിം സാഹചര്യങ്ങൾക്ക് വേറൊരു അർത്ഥതലം കൈവരുന്നത് നമുക്കറിയാൻ പറ്റും. ഇത്രയും നാൾ നിങ്ങൾ പേടിച്ചിരുന്ന സെയിം സാഹചര്യങ്ങൾക്ക് പുതിയൊരു സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അർത്ഥം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടേക്കോ ആ കഴിവ് നമുക്ക് നഷ്ടമാവുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പേടിയാണ്. സോ ബി കോൺഷ്യസ്.